നമസ്കാരം ടാക്കുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പം നമ്മളിന്ന് പറയാൻ വന്ന് കട്ടും ട്രിമ്മും വലുതായിട്ടൊന്നും പറയുന്നില്ല, സിമ്പിളായിട്ട് ഒരു ബേസിക് തുടക്കക്കാരന് വേണ്ടി മാത്രമാണ് പറയുന്നത്. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല കേട്ടോ. അത്യാവശ്യം അറിയുന്നവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക, തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയാൻ പോകുന്നത്. അപ്പം നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മൾ ഡാവിഞ്ചി റിസോൾവിൽ എന്തെങ്കിലും ടൈം ലൈനിൽ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബ്ലേഡ് ടൂള്, അതിൻ്റെ ഷോർട്ട് കട്ട് ബി ആണ്. ബ്ലേഡ് പ്രസ് ചെയ്ത ശേഷം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേണ്ടാത്ത ഭാഗങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്ത് പിന്നെ എന്ത് ചെയ്യും, പ്രസ് ചെയ്തിട്ട് സെലക്ഷൻ ടൂൾ എടുക്കും അല്ലേ, പൊസിഷൻ ടൂൾ എടുക്കും. ഈ ഒരു സെലക്ഷൻ ടൂൾ കൊണ്ട് സെലക്ട് ചെയ്തിട്ട് ബാക്ക് സ്പേസ് അടിച്ച് ഡിലീറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ സെലക്റ്റഡ് നമുക്ക് വേണ്ടാത്ത ഭാഗത്തിന് റിപ്പിൾ ഡിലീറ്റ് അടിക്കും. ഓക്കെ, ഇങ്ങനെ കളയുകയായിരിക്കും ചെയ്യുക അല്ലേ. അപ്പോൾ അതിന് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. ക്യൂ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നോക്കിക്കോ, ഇവിടുന്ന് ബാക്കോട്ടുള്ള ഭാഗം മൊത്തം കട്ടാവും. അപ്പോൾ നിങ്ങൾ ഞെക്കിയാൽ വരില്ല. എന്താണെന്ന് അറിയാം, അതിന് ചെറിയൊരു സെറ്റിങ്സ് കൂടെ ചെയ്യാണ്ട്. അതുപോലെ മുന്നോട്ടേക്കുള്ള ഇത്രയും ഭാഗം കട്ട് ചെയ്യണമെങ്കിൽ, ഈ ഒരു ഏരിയ കട്ട് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്യുക. കണ്ടോ, എത്ര സിമ്പിളായിട്ടാണ് നമുക്ക് വേണ്ട ഭാഗം മാത്രം നമ്മൾ സെലക്ട് ചെയ്ത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ്, ഇവിടെ വേണ്ട, ഇവിടെ വെക്കുക, ക്യൂ പ്രസ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മളിത് കണ്ടിന്യൂസ് വലിയൊരു വീഡിയോ ആണ്, ഇടയ്ക്കിടയ്ക്ക് കട്ടാണെങ്കിൽ ഇവിടെ ഒരു കട്ട് ഇടണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ W പ്രസ് ചെയ്യും. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, W പ്രസ് ചെയ്ത് ഇവിടം വരെ ഉണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഈ ബാക്കോട്ട് വെച്ചിട്ട് ഇവിടെ വരെ മതിയെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടേക്ക് പ്രസ് ചെയ്ത് ഒഴിവാക്കും. പിന്നെ ഞാൻ മുന്നോട്ടേക്ക് ഇങ്ങനെ പ്ലേ ചെയ്ത് ഇത്രയും ഏരിയകൾ എനിക്ക് വേണ്ടാന്നാണ് ഞാൻ ക്യൂ പ്രസ് ചെയ്യും, ഇവിടെ വെച്ച് ക്യൂ പ്രസ് ചെയ്യും, ഒഴിവാക്കും. കണ്ടോ എന്ത് സിമ്പിളായിട്ടാണ്. ഇവിടെ വരെ ഇപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ വീണ്ടും ക്യൂ പ്രസ് ചെയ്യും, ഒഴിവാക്കും. മുന്നോട്ടേക്കുള്ള ഭാഗങ്ങളാണ് വേണ്ടാത്തെങ്കിൽ പ്രസ് ചെയ്യും. പിന്നെ ഇവിടെ കട്ട് ചെയ്യണമെങ്കിൽ W പ്രസ് ചെയ്യും. അപ്പോൾ ഇത്രയും ഷോർട്ട് കട്ടുകൾ എങ്ങനെ മാറ്റാമെന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു മെത്തേഡിനാണ് പറയുക ട്രിം ചെയ്യാണ്. ട്രിമ്മിങ്, കട്ടിങ് അല്ല, ട്രിമ്മിങ് ആണ്. ബ്ലേഡ് അല്ല, കട്ടല്ല, ട്രിം. ഓക്കെ, അപ്പോൾ ഞാൻ ഷോർട്ട് കട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കമാൻഡ് ഓപ്ഷൻ കെ, വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ ആൾട്ട് കെ ആയിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മാനുവലി ഈ ഒരു ഓപ്ഷൻ ഷോർട്ട് കട്ടിൽ വരുന്നില്ലെങ്കിൽ ഇവിടെ ഡാവിഞ്ചിയുടെ സെറ്റിങ്സ് ഉണ്ടാവില്ല, അതിൽ പ്രിഫറൻസിൻ്റെ താഴെ കീബോർഡ് കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ അല്ലേ. ഇനി അതിൽ പ്ലേ ഹെഡർ എന്ന് പറഞ്ഞ ഒരു സെറ്റിങ്സ് ഉണ്ട്. പ്ലേ എന്നടിക്കുക, HEAD, പ്ലേ ഹെഡ്. പ്ലേ ഹെഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരുപാട് ഓപ്ഷൻ കിട്ടും. ഇതൊന്നും നോക്കണ്ട, നമുക്കിതിൽ ട്രിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ബാക്കിയൊന്നും നോക്കണ്ട, ട്രിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ആ ട്രിം എന്നുള്ള ഓപ്ഷനിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. റീസൈസ് ഉണ്ട്, റിപ്പിൾ ഉണ്ട്, റോൾ ഉണ്ട്. അപ്പോൾ നമുക്കിൽ റിപ്പിൾ എടുക്കുക. നമുക്ക് റിപ്പിൾ ഡിലീറ്റ് ആണ് ഇവിടെ ചെയ്യേണ്ടത്, റോൾ എഡിറ്റ് അല്ല, റീസൈസും അല്ല ചെയ്യേണ്ടത്, റിപ്പിളാണ്. ശ്രദ്ധിക്കേണ്ട, റിപ്പിളിൽ എന്ത് ചെയ്യുക, എൻഡ് ടു പ്ലേ ഹെഡ് എന്നുണ്ട്, അത് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്നുള്ള ബട്ടണില്ലേ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാവും. നിങ്ങൾക്ക് അതിന് പകരം വേറെ ഏതെങ്കിലും ഒരു കീ ആണ് എളുപ്പം എന്ന് വെച്ചാൽ ആ ഒരു കീനെ അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി സ്റ്റാർട്ട് എന്നുള്ള സമയത്ത് ഞാൻ ക്യൂ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്യൂ ആണ് ഇഷ്ടമെങ്കിൽ ക്യൂ കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലും ഒരു കീ കൊടുക്കുക, ക്യൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തത് അറിയാം, ഷോർട്ട് കട്ട് എല്ലാം ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു കയ്യിൽ എളുപ്പത്തിൽ ആക്കി വെച്ചാണ് കേട്ടോ. അപ്പോൾ ക്യൂ ആയി ആയി. ഇപ്പോൾ നിങ്ങൾക്ക് നടുവിൽ കാണുന്നത് W ആണ്. അപ്പോൾ ഞാൻ കട്ട് അല്ലെ സ്പ്ലിറ്റിന് വേണ്ടിയിട്ട് സ്പ്ലിറ്റ് എന്ന് സെർച്ച് ചെയ്തിട്ട് അതിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ടൈം ലൈനിന് കാണാൻ പറ്റും. എവിടെ ടൈം ലൈൻ ഉണ്ടല്ലോ, സ്പ്ലിറ്റ് ക്ലിപ്പ് എന്നുള്ള അവിടെ ഞാൻ W എന്നുള്ള ബട്ടണാണ് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായി, രണ്ട് സൈഡ് ട്രിം ചെയ്ത് ഒഴിവാക്കാൻ QE ആയി. നടുവിൽ എവിടെയെങ്കിലും കട്ട് ഇടണമെങ്കിൽ W ആയി. ഇനി ഈ കട്ടിട്ട ഭാഗം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ രണ്ട് ഓപ്ഷനാണ് പറഞ്ഞുതരാം. ഞാൻ യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് ഇതാണ്. നമുക്കിവിടെ ഡിലീറ്റ് എന്ന് സെർച്ച് ചെയ്യാൻ പറ്റും. ഡിലീറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതും പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും. താഴെയാണെങ്കിൽ മേലോട്ടേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം കേട്ടോ. എഡിറ്റ് ടൈം ലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിലായിട്ടോ. എഡിറ്റ് ടൈം ലൈൻ പിന്നെ എഡിറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ എഡിറ്റ് ടൈം ലൈനിൽ ഡിലീറ്റ് സെലക്റ്റഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ S എന്നുള്ള കീയാണ് ഷോർട്ട് കട്ട് കൊടുത്തേക്കുന്നത്. അതുപോലെ റിപ്പിൾ ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കോട്ടേക്ക് ജമ്പ് ചെയ്ത് കയറും. ആ ഒരു ഗ്യാപ്പ് അവിടെ വരില്ല. ഈ ഗ്യാപ്പ് ഇട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, സിംഗിൾ ഡിലീറ്റിനാണെങ്കിൽ S, ഗ്യാപ്പ് ഇടാതെ റിപ്പിൾ ഡിലീറ്റിനാണ് D. ഈ രണ്ട് കീയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഏകദേശം മനസ്സിലായല്ലോ. QWEDSA പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്കറിയാം, സെലക്ഷൻ ടൂളാണ്. കണ്ടോ, പ്രസ് ചെയ്ത സെലക്ഷൻ ടൂളാണ്. S പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഡിലീറ്റ് ആണ് വരുന്നത്. നോക്കിക്കോ, S പ്രസ് ചെയ്താൽ ഡിലീറ്റ് വരും. ഇനി റിപ്പിൾ ഡിലീറ്റ്, ഗ്യാപ്പ് ഒഴിവാക്കി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ കണ്ടോ, ഇപ്പോൾ S ആണ് പ്രസ് ചെയ്ത്. അതുപോലെ D പ്രസ് ചെയ്താൽ നോക്കിക്കോ, അവിടേക്ക് ജമ്പായിട്ട് കട്ടാവും. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ. ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, Q പ്രസ് ചെയ്താൽ ഇങ്ങോട്ട് കട്ടാവും. പ്രസ് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വലത്തോട്ടേക്ക് കട്ടാവും. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കട്ട് ഇടാൻ വേണ്ടിയിട്ട് W. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം കൺട്രോൾ ചെയ്യാം. അതിന് പകരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഡിലീറ്റ് ബാക്ക് സ്പേസോ ഡിലീറ്റോ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് മൗസ് ഒന്ന് എടുത്തിട്ട് ഇത്രയും ചെയ്യണം. എനിക്ക് തോന്നുന്നു ഷിഫ്റ്റ് കമാൻഡ് ബാക്ക് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്
ഞാൻ ഈ ക്യൂ എന്നുള്ള ബട്ടണ് പകരം നിങ്ങൾ അടിക്കേണ്ടിയിരുന്നത്. ഇതിപ്പോൾ സിമ്പിളായിട്ട് ഒറ്റ ക്ലിക്ക് കൊണ്ട് കഴിഞ്ഞു. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. ഇതായിരുന്നു ആദ്യം പറയേണ്ടത്. ട്രിമ്മാണ്. ട്രിമ്മിൻ്റെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഈ ആരോ കഴിഞ്ഞിട്ട് ഈ ട്രിമ്മിൻ്റെ ഓപ്ഷൻ കണ്ടോ. ഇതിനോടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്തു, ഈ രണ്ടാമത്തെ ക്ലിപ്പ് ആഡ് ചെയ്തു, പിന്നെ ഞാൻ ഇവിടേക്ക് ഒരു മൂന്നാമത്തെ ഒരു ക്ലിപ്പ് ആഡ് ചെയ്തു. അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം എന്താണെന്ന് കരുതുക. അപ്പോൾ ഞാൻ ഇത്രയും സംഭവങ്ങൾ ആഡ് ചെയ്ത ശേഷം എനിക്ക് തോന്നുകയാണ് ഈ ക്ലിപ്പിൻ്റെ അകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഈ ബാക്കിലെ ക്ലിപ്പിനെയും ബാധിക്കാൻ പാടില്ല, ഫ്രണ്ടിലെ ക്ലിപ്പിനെയും ബാധിക്കാൻ പാടില്ല. കാര്യം ഞാൻ ടൈം സെറ്റ് ചെയ്ത് വെച്ചാണ്. എങ്ങനെയാണ്, താഴെ ഒരു സോങ്ങോ എന്തെങ്കിലുമാണ് ചെയ്യുന്നതെങ്കിൽ സോങ് താഴെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരൊറ്റ ക്ലിപ്പ് തെറ്റിക്കഴിഞ്ഞാൽ മൊത്തം അതിൻ്റെ കണ്ടിന്യൂഷൻ പോയി പോകും. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ചുകൂടെ നല്ല ഭാഗം ബാക്കോട്ട് ഉണ്ട്. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ എന്ത് ചെയ്യും, നേരെ ഈ ഒരു ടൂൾ കണ്ടാവും, ട്രിം ഷോർട്ട് കട്ട് ടി ആണ്. ടി പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ നടുവിൽ എവിടെയെങ്കിലും പിടിച്ചിട്ട് ഇങ്ങോട്ട് നീക്കുക. കണ്ടോ ഉള്ളിലെ ക്ലിപ്പ് മാത്രം നീങ്ങുന്നത്. അതായത് രണ്ട് സൈഡിലെ ടൈം ലൈനെ ബാധിക്കില്ല. ഈ ഒരു ക്ലിപ്പ് മാത്രം നീങ്ങിയിട്ട് ഇപ്പോൾ ഈ ആമ്പൽപ്പൂവിൻ്റെ ഒരു വേറൊരു പൊസിഷൻ. ഈ ഒരു ഷോർട്ട് ഫിലിമൊക്കെ ആയിരുന്നു എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് ബാക്കോട്ടേക്ക് എടുത്ത് വെച്ച് മുന്നോട്ടേക്ക് എത്തിച്ചു. അപ്പോൾ എനിക്ക് വേണ്ട ഭാഗം മാത്രം ഇതിൻ്റെ ഉള്ളിലിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, പുറത്തോട്ടേക്ക് ചാടിപ്പോയില്ല. ഇനി അതിന് പുറമെ എനിക്ക് ഇത് കുറച്ച് ബാക്കോട്ടേക്ക് മൊത്തത്തിൽ നീങ്ങണം എന്നാണെങ്കിൽ ഇവിടെ പിടിക്കുന്നതിന് പകരം കുറച്ച് താഴേക്ക് വന്നിട്ട് ഈ ഒരു നീല കളറില്ലേ ഇവിടെ പിടിച്ചൊന്ന് ബാക്കോട്ട് വലിച്ചാൽ നോക്കിക്കോ. ബാക്കോട്ടേക്ക് ഇതിന് പോകാനില്ല, കാര്യം ഇത് എൻ്റാണ്. ഫ്രണ്ടിലോട്ടാണ് പോകേണ്ടതെങ്കിൽ എനിക്ക് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നീക്കി വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഗ്യാപ്പ് വരുന്നില്ല. സാധാരണഗതിയിൽ ഞാൻ ഒന്നുകൂടെ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. സാധാരണഗതിയിൽ ഇപ്പോൾ പൊസിഷൻ ടൂൾ ആണെങ്കിൽ ഞാൻ ഇതെടുത്ത് ഇങ്ങോട്ട് നീക്കണം, നീങ്ങും. പക്ഷേ ഇവിടെ ഒരു ഗ്യാപ്പ് വരും അല്ലേ. ആ ഗ്യാപ്പ് ഫില്ലായിക്കൊണ്ടാണ് ഈ ട്രിം ടൂളിൽ ഈ നീല കളർ പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് തൊട്ട് മുന്നിലുള്ള ക്ലിപ്പിൽ നിന്ന് പൊസിഷൻ കയറി വരും. അപ്പോൾ മുന്നോട്ടേക്കൊന്നും തെറ്റിപ്പോകാനില്ല, ബാക്കോട്ടേക്കൊന്നും തെറ്റിപ്പോകാനില്ല. കണ്ടോ, ഇങ്ങനെയൊക്കെ 2-3 കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് അവസരോചിതമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയാൽ അടിപൊളിയായിരിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾക്ക് എവിടെയൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതിനെ പറ്റി ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് എൻ്റെ തൽക്കാലം വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ വർക്ക് ഏതെങ്കിലും ഇട്ട് കാണിച്ചു തരായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഇതാണ് ട്രിം എന്നുള്ള ടൂളിൻ്റെ ഒരു എഫക്റ്റ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കിത് മനസ്സിലായില്ല, ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റുമെന്നുള്ള ഒരു കമൻറ്റ്, എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമൻറ്റ് ഇടുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.